യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, 2020 നമ്മൾ വിട പറയുക. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ 2021 എല്ലാ മംഗളങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. 2021 എനിക്കും നിങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. 2020 ഒത്തിരിയേറെ കണ്ണുനീരിൻ്റെ വർഷമായിട്ടാണ് കടന്നുപോയത്. രോഗങ്ങളും പകർച്ചവ്യാധികളും ദുരിതങ്ങളും കടബാധ്യതകളും ജീവിത തകർച്ചകളും, എവിടെ നോക്കിയാലും വേദനയുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കാതെ നമുക്ക് കർത്താവൊരുക്കുന്ന പുതുവർഷത്തിലേക്ക് പ്രത്യാശയോടെ നമുക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാം. കഴിഞ്ഞ കാലങ്ങളിലെ തകർച്ചകളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും തീരാവ്യാധികളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സർവശക്തനാണ്. എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഭീമമായ ഭാരിച്ച കടബാധ്യതകളെയും വൈദ്യശാസ്ത്രത്താൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെയും കർത്താവ് കൈപിടിച്ചുയർത്താനായിട്ട് പോവുകയാണ്. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ധീരതയോടെ പ്രതിസന്ധികളെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുന്നത്. 1 കൊരിന്തോസ് 15:57 എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും നമുക്ക് വിജയം തരുവാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. ഏത് തകർച്ചയിൽ നിന്നും
വിജയത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നെ എത്തിക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്, കഴിവുണ്ട്. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. 1 സാമുവേൽ 17-ാം അധ്യായം. ഇസ്രായേൽ ജനത്തെ 40 രാവും 40 പകലും വെല്ലുവിളിച്ചുകൊണ്ട് അതിക്രമം അഴിച്ചുവിട്ട ഗോലിയാത്ത് എന്ന മല്ലൻ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ ഗോലിയാത്ത് ഭയാനകമായ ഒരു വ്യക്തിത്വമായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ രാജാവായ സാവൂളിൻ്റെ ഹൃദയത്തിൽ പോലും ഭയം ഉടലെടുത്തു. ജനങ്ങളൊക്കെ ഭയത്തിലായി. അവിടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഗോലിയാത്ത് എന്ന വടവൃക്ഷം, ആ ഭീകരനായ മല്ലൻ യഹൂദന്മാരെ കീഴ്പ്പെടുത്തുവാൻ, ദൈവജനത്തെ തകർക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ വെല്ലുവിളിക്കുക ദൈവജനത്തെ. ജനമെല്ലാം ഭയപ്പെട്ടു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുൻപിൽ ഇതുപോലെയുള്ള ഗോലിയാത്ത് നിൽപ്പുണ്ട്. കടബാധ്യതയാകുന്ന ഗോലിയാത്ത് ഉയർന്നു നിൽക്കുകയാണ്. വൈദ്യശാസ്ത്രത്താൽ ഒരു ചികിത്സയുമില്ലാത്ത മാരക രോഗത്തിൻ്റെ ഗോലിയാത്ത് നമ്മളെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. വലിയ പ്രതിസന്ധികള്, സങ്കീർണമായ പ്രശ്നങ്ങള്, ഒന്നിനും ഉത്തരമില്ലാത്ത ജീവിത അവസ്ഥകള്, നമ്മൾ നിൽക്കുന്നിടത്തെ മണ്ണുപോലും ചോർന്നു പോകുന്ന ജീവിത അവസ്ഥകൾ, സഹായിക്കാൻ ആരുമില്ല, സ്നേഹിതന്മാർ പോലും കൈവിട്ടു, ബന്ധുക്കൾ പോലും തള്ളിപ്പറഞ്ഞു, ആർക്കും വേണ്ടാത്ത അവസ്ഥ. എവിടെ തിരിഞ്ഞാലും പ്രതികൂലങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ ഗോലിയാത്തിനെ തകർക്കാനായിട്ട് ദൈവം അയക്കുന്നത് ഒരു കൊച്ചു ബാലനെയാണ്, ദാവീദ്. ദാവീദിന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വരുമ്പോഴാണ് കാണുന്നത് ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയും അതിക്രമമൊക്കെ. ദാവീദിന്റെ ഉള്ളം ജ്വലിച്ചു. ദാവീദ് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള, ദൈവശക്തിയുടെ നിറവുള്ള ധീരനായ ആ ബാലൻ ചോദിക്കുക, ആരാണിവൻ? ഇവനെതിരെ ഞാൻ യുദ്ധം ചെയ്യാം. സാവൂൾ ചോദിക്കുന്നു, ബാലനായ ദാവീദിനോട് ചോദിക്കുക, നിനക്കതിന് പറ്റുമോ? അപ്പോൾ ദാവീദ് കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. 1 സാമുവേൽ 13:35. അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിനെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളുടെയും കരടികളുടെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അഭിമാനിക്കുന്ന അപരിച്ഛേദനായ ഈ ഫിലിസ്തീനും അവയിലൊന്നിനെ പോലെയാകും. ഇടയനായ ദാവീദ് പറയുക, ആട്ടിൻപറ്റത്തിലെ ഒരാട്ടിൻകുട്ടിയെ ഒരു സിംഹമോ കരടിയോ പിടിച്ചുകൊണ്ടുപോയാൽ ഞാൻ പുറകെ പോകും. എന്നിട്ടോ ആ മൃഗത്തെ കീഴ്പ്പെടുത്തും, അതിനെ നേരിടും, എന്നിട്ട് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. ദാവീദ് പറയാ, ആട്ടിൻകുട്ടിയെ ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കും. എന്നിട്ട് പറയുക, ഇതുപോലെ ഞാൻ
ഹിംസജന്തുക്കളെ, സിംഹത്തെയും കരടിയൊക്കെ വലിച്ചു കീറിട്ടുണ്ട്, കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ അപരിച്ഛേദനെ, ഗോലിയാത്തിനെ ഞാൻ തകർക്കുമെന്ന് ദാവീദ് പറയുക. ഹല്ലേലൂയ. ഒരു ജനം മുഴുവൻ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ, രാജാവ് പോലും ഹൃദയത്തിൽ ഭീതി നിറഞ്ഞു നിൽക്കുമ്പോൾ, ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ വരിക. ദാവീദ് പറയുകയാണ്, ഞാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. ഞാൻ വരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാ. ഞാൻ ഗോലിയാത്തിനെ തകർക്കും, ഗോലിയാത്തിനെ ഞാൻ കൊന്നുകളയും. കൊച്ചു ബാലനായ ദാവീദ് ധൈര്യപൂർവ്വം കടന്നു വരിക. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങൾ ഭയപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ 4 ഭാഗത്തു നിന്നും നമ്മളെ തകർക്കുന്ന പ്രതിസന്ധികൾ കടന്നു വന്നാലും, മലവെള്ളം പോലെ നമ്മുടെ മേൽ തകർച്ച കടന്നു വന്നാലും, അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. 2020 നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിൽ 2021 സകല പ്രതിസന്ധികളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മൾ മുന്നേറും. അതാണ് നമ്മുടെ വിശ്വാസം. സകല പ്രതിസന്ധികളെയും നമ്മുടെ കാൽ കീഴിൽ നമ്മൾ ചവിട്ടി മെതിക്കാൻ പോകുക. 2021 എനിക്കും നിങ്ങൾക്കും അനുഗ്രഹത്തിന്റെ വർഷമാ, അഭിഷേകത്തിന്റെ വർഷമാ, അനുഗ്രഹത്തിന്റെ വർഷമാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമായത്. ഹല്ലേലൂയ. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, ഉറപ്പാ. സകല പ്രതിസന്ധികളെയും തകർച്ചകളെയും തകിടം മറിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുക. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമ്മുടെ എതിർ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. 2021 ഉയർത്തെഴുന്നേൽപ്പിന്റെ, അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, അഭിവൃദ്ധിയുടെ വർഷമാണ്. ഇത് വിശ്വസിക്കാമോ? ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കാമോ? അനുഗ്രഹം നിന്റെ പുറകെ വരാൻ പോകുക. ആത്മാവിൽ ജ്വലിച്ചു നിന്ന ദാവീദ് അവിടെ കിടന്ന്, തോടിൻ്റെ കരയിൽ കിടന്ന മിനുസമുള്ള 5 കല്ലുകൾ എടുത്തു, കവണയും എടുത്തു. 5 കല്ലുകളും കവണയും എടുത്തുകൊണ്ട് ദാവീദ് പാഞ്ഞു വരികയാണ്. ഇസ്രായേൽ ജനത്തെ അപമാനിച്ച ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദ് എന്ന ബാലൻ പാഞ്ഞു വരികയാ. ആത്മാവിൽ നിറഞ്ഞ് അതിശക്തമായ വീര്യത്തോടുകൂടി ദാവീദ് കുതിച്ചു പാഞ്ഞ് ഗോലിയാത്തിന്റെ അടുക്കലേക്ക് പോകുക. കുതിച്ചു പാഞ്ഞു, മുന്നോട്ട് ഓടിക്കയറിയെന്ന വചനം പറയുന്നത്. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ദാവീദിന്റെ മുൻപിലേക്ക് ദാവീദ് ഓടിക്കയറി. പ്രതിസന്ധികളെ കണ്ട് പകച്ചു നിൽക്കരുത്. പ്രതികൂലങ്ങളെ കണ്ട് മനസ്സിടിഞ്ഞു പോകരുത്. എന്തും വരട്ടെ, ഏതും വരട്ടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഞാൻ തകർന്ന് പോവത്തില്ല, ഞാൻ പരാജയപ്പെട്ടു പോവത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എല്ലാറ്റിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് ഞാൻ മുന്നേറും, ഞാൻ വിജയം വരിക്കും. ഈ ഒരു ആഴമായ വിശ്വാസത്തിൻ്റെ ചിന്ത നിന്റെ മനസ്സിലും ഹൃദയത്തിലും ചിന്താമണ്ഡലത്തിലും
ബുദ്ധിയിലും വേണം. ഇത് വാ തുറന്ന് പറയണം, ഞാൻ വിജയിക്കും, ഞാൻ ഏത് പ്രതിസന്ധിയും നേരിടും. ദാവീദ് കവണയിലേക്ക് കല്ല് വെച്ചിട്ട് ഏറ്റുവിടുകയാണ്. ആ കല്ല് കൃത്യമായിട്ട് ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് അടിച്ചു തുളഞ്ഞു കയറി. മല്ലനായ ഗോലിയാത്ത് കമിഴ്ന്നു വീണു. ദാവീദ് ഓടി അവന്റെ പുറത്ത് കയറുന്നു. അവന്റെ വാള് വലിച്ചുരുട്ട് ഗോലിയാത്തിന്റെ കഴുത്ത് വെട്ടിമുറിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുവിനെ കൊന്നു, പരാജയപ്പെടുത്തി, തോൽപ്പിച്ച് ഇസ്രായേൽ ജനത്തിന് അഭിമാനം വീണ്ടും രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, ദാവീദ് 5 കല്ലുകൾ എടുത്തു. ഗോലിയാത്തിനെ വീഴിക്കാൻ ഒറ്റ കല്ല് മതിയായിരുന്നു. ആമേൻ. ഒറ്റ കല്ല് മതിയായിരുന്നു ഗോലിയാത്തിനെ തറയിൽ വീഴിക്കുവാൻ. ബാക്കി 4 കല്ലുകളും ദാവീദിന്റെ സഞ്ചിക്കകത്തുണ്ട്. ഹല്ലേലൂയ. ബാക്കി 4 കല്ലും സ്റ്റോക്ക. ഒറ്റ കല്ലിൽ ഗോലിയാത്തിനെ വീഴിച്ചു. വിശ്വാസത്തിന്റെ, പ്രാർത്ഥനയുടെ, ദൈവസ്നേഹത്തിന്റെ, പരിശുദ്ധാത്മ ശക്തിയുടെ, ദിവ്യ കാരുണ്യത്തിന്റെ വലിയ ഒരു ശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ കൈവശമുള്ള കല്ലുകൾ അത് തന്നെയാണ്. വിശ്വാസത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി, ദിവ്യ കാരുണ്യ ഈശോയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, ഉപവാസത്തിന്റെ ശക്തി, ആത്മധൈര്യത്തിന്റെ ശക്തി. നമ്മുടെ കയ്യിലും കർത്താവ് ഈ കല്ലുകൾ തന്നിട്ടുണ്ട്. ദാവീദ് ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ താഴെ വീഴിച്ചു. എനിക്കും സാധിക്കും, നിനക്കും സാധിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുക, പിന്നോട്ട് പോകരുത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ദാവീദ് എന്ന കൊച്ചു ബാലനിലൂടെ ഗോലിയാത്തിനെ തകർത്ത ദൈവം നിന്നെ ശക്തിപ്പെടുത്തും, ഉറപ്പാ. റോമാലേഖനത്തില് 8-ാം അധ്യായത്തിന്റെ 32-33 വചനങ്ങൾ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? യേശുവിനെ നമുക്ക് നൽകിയ ദൈവം യേശു ക്രിസ്തുവിന്റെ സമസ്തവും ദാനമായിട്ട് നൽകി. ദൈവം എല്ലാം ദാനമായിട്ട് നൽകിയതാ. നമ്മുടെ പ്രയത്നമോ നമ്മുടെ അധ്വാനമോ ഒന്നുമല്ല. യേശു ക്രിസ്തുവിലൂടെ എല്ലാം ദൈവം ദാനമായിട്ട് നൽകി. അഭിഷേകം, കുടുംബം, സമ്പത്ത്, അനുഗ്രഹം, ജോലി, എല്ലാം, ബുദ്ധി, എല്ലാം ദൈവം ദാനമായിട്ട് നൽകിയതാണ്. എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാ. എല്ലാം ദാനമായിട്ട്, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം ദാനമായിട്ട് നൽകിയതാ. ആ ദൈവം നമ്മളെ വഴി നടത്തും. നമുക്ക് എല്ലാം ദാനമായിട്ട് നൽകിയവൻ നമ്മളെ വഴി നടത്തും. വീണാൽ നിലം പറ്റാതെ അവൻ കൈപിടിച്ചു നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. ദാവീദിനെ ശക്തിപ്പെടുത്തിയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദാവീദിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഏലിയാവിനെ, എലീഷായെ ശക്തിപ്പെടുത്തിയ, പത്രോസിനെ, പൗലോസിനെ ശക്തിപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ. ഈ ആത്മാവിനെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുക. അളവില്ലാതെ ആത്മാവിനെ തരുന്നവൻ നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ പോർമുഖങ്ങളിലാ, യുദ്ധമുഖങ്ങളിലാ. ഇവിടെ കണ്ണു ചിമ്മിയാൽ നമ്മൾ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. തെറ്റായ
ലക്ഷ്യത്തിൽ പോയാൽ നമ്മൾ തകർന്നു പോയേക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. ജീവിത തകർച്ചകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ലക്ഷ്യത്തിലെത്തും. നീ ലക്ഷ്യത്തിലെത്തുവോളം കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. യേശയ്യ 52:12 ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ നടക്കും, അവിടുന്ന് നിന്റെ പിൻകാവൽക്കാനായിരിക്കും. കർത്താവ് നിന്റെ മുൻപേ പോകും. ഈ 2021 20 തീരുകയാ, 21 പ്രവേശിച്ചു കഴിഞ്ഞു. നിന്റെ മുൻപേ കർത്താവ് പോകുക, നിന്റെ പിൻപിൽ കർത്താവ് കാവൽക്കാരനായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ മുൻപേ പോകുന്നു. സകല പ്രതികൂലങ്ങളെയും തകർത്തുകൊണ്ട് അവിടുന്ന് മുൻപേ പോകുക. യെശയ്യ 45:2 നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കും. മല പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ കർത്താവ് ചവിട്ടുമെതിക്കും. ഇരുമ്പോടാമ്പലുകൾ അവിടുന്ന് തകർത്ത് കളയും. നിന്റെ മുൻപിൽ പൂട്ടപ്പെട്ട സകല പൂട്ടുകളും കർത്താവ് തുറക്കാൻ പോവുക. 2021 എനിക്കും നിങ്ങൾക്കും വലിയ അനുഗ്രഹത്തിന്റെ വർഷമാ, വലിയ സന്തോഷത്തിന്റെ വർഷമാ, വലിയ ആനന്ദത്തിന്റെ വർഷമാ. ഹല്ലേലൂയ. 2021 നിനക്കും നിന്റെ കുടുംബത്തിനും ഉയർച്ചയുടെ, അഭിവൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ വലിയ വർഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മാറ്റുവാനായിട്ട് പോവുക. ഹല്ലേലൂയ. ഉറപ്പാ. ഇത് ഹൃദയത്തിലൊന്ന് വിശ്വസിച്ച് ഇതൊന്ന് ഏറ്റെടുത്ത്. റോമ 8:33 ദൈവം തെരഞ്ഞെടുത്തുടെ മേൽ ആര് കുറ്റമാരോപിക്കും? ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ, ആരും നിനക്കെതിരെ കുറ്റമാരോപിക്കും? ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാനായിട്ടാവില്ല. ഹല്ലേലൂയ. 2021 പുതുവർഷം. ഓരോ ദിവസവും പുതുവർഷത്തിൻ്റെ അനുഗ്രഹങ്ങളുമായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൽ വലിയ ഒരു മീൻപിടുത്തത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം ആരംഭത്തിൽ നമ്മൾ കാണുകയാണ്, യേശു പത്രോസിൻ്റെ വള്ളത്തിലേക്ക് കയറി നിന്നു. എന്നിട്ട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. പത്രോസിൻ്റെ വള്ളത്തിലാണ് യേശു കരുത്. ആ വള്ളത്തെ നിന്നാ യേശു പ്രസംഗിച്ചത്. ജനക്കൂട്ടം അതെല്ലാം ശ്രദ്ധയോടെ അവൻ്റെ വചനമൊക്കെ കേട്ടു. അവർക്ക് സൗഖ്യം കിട്ടി, അനുഗ്രഹമൊക്കെ കിട്ടി. എല്ലാവരും പിരിഞ്ഞു. യേശു കയറി നിന്നത് പത്രോസിൻ്റെ വള്ളത്തിലാണ്. നിന്റെ വള്ളത്തിൽ യേശുവിന് കയറുവാൻ നീ അവസരം കൊടുത്താൽ, നിന്റെ ജീവിതമാകുന്ന വള്ളത്തിൻ്റെ നിയന്ത്രണം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, അതിൻ്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ബാക്കിയെല്ലാം അനുഗ്രഹമാണ്. സഹനങ്ങളും വേദനകളും കണ്ണുനീരൊക്കെ ഒരു വശത്ത് കിടക്കും. അതിനെ മറന്നുകൊണ്ട് അതിലും വലിയ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ദൈവം നമുക്ക് നൽകും. യേശു പത്രോസിനോട് പറയുക, ആഴത്തിലേക്ക് നീക്കി വലയിടുക. ലൂക്ക 5:4. പത്രോസ് പറയുന്നു, ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതൊന്നും കിട്ടിയില്ല, പക്ഷേ നിന്റെ വാക്കനുസരിച്ച് ഞങ്ങൾ വലയെറിയാം. യേശുവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് ആഴത്തിലേക്ക് നീക്കി വലയെറിഞ്ഞു. വല നിറച്ചു മത്സ്യം, വല നിറച്ചു മത്സ്യം. ഹല്ലേലൂയ. വല നിറഞ്ഞ മത്സ്യം. ഇവർ വലിക്കുമ്പോൾ വല കീറിപ്പോകാൻ തുടങ്ങി. അതുപോലെ മത്സ്യം വലക്കുള്ളിൽ കയറി. വലിയ മത്സ്യത്തിൻ്റെ ഒരു സമൃദ്ധി, മത്സ്യത്തിൻ്റെ ഒരു കൂട്ടം ഇന്ന് വരെ അവർക്ക് ലഭിക്കാത്തതുപോലെയുള്ള
വലിയൊരു മത്സ്യത്തിൻ്റെ കൊയ്ത്ത് അവിടെ അവർക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കാം. നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. 2021 യേശുവിൻ്റെ വാക്കനുസരിച്ച്, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വർഷമാക്കി മാറ്റാം. അവൻ്റെ വാക്കനുസരിച്ച്, വചനമനുസരിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ വല നിറച്ചു മത്സ്യം ഉറപ്പാ, സമൃദ്ധി ഉറപ്പാ, അനുഗ്രഹം ഉറപ്പാ, അഭിഷേകം ഉറപ്പാ. ആർക്കും നിന്നെ തകർക്കാനാവാത്തവണ്ണം, പരാജയപ്പെടുത്താനാവാത്തവണ്ണം യേശു നിന്നെ നടത്തും. ഉറപ്പാ, യേശു നിന്നെ വഴി നടത്തും. വല നിറച്ചു മത്സ്യം കിട്ടി, വല കീറിപ്പോകുന്നത് പോലെ മത്സ്യം. ഹല്ലേലൂയ. അവിടെ വല കീറി തുടങ്ങി എന്നാ പറയുന്നത്. പത്രോസ് മറ്റ് വള്ളങ്ങളിലൂടെ വിളിച്ചു, എല്ലാവരും വന്നു. അവര് ആ മത്സ്യമെല്ലാം വലിച്ച് വള്ളങ്ങളിൽ നിറച്ചു. യേശുവിനാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വർഷം എനിക്കും നിങ്ങൾക്കും വള്ളം നിറച്ച്, വല നിറച്ച് മത്സ്യം കർത്താവ് തരാൻ പോവുക. എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയും കർത്താവ് തരാനായിട്ട് പോവുക. നീ ഒരു ശുശ്രൂഷകനാണെങ്കിൽ നിന്റെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിച്ചുയർത്താൻ പോവുക. ഇരട്ടിപ്പങ്ക് അഭിഷേകം തന്ന് 2021 നിനക്ക് വലിയൊരു അഭിഷേക വർഷമാക്കി മാറ്റാൻ പോവുക. കൃപാവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് കർത്താവ് നിന്നെ പൊതിയാൻ പോവുക. സഭ ഉണരും. ദൈവജനം ആത്മാവിൽ നിറഞ്ഞ് ജ്വലിക്കുന്നവരായിട്ട് മാറും. പകർച്ചവ്യാധി മാറും, രോഗങ്ങൾ മാറും, കഷ്ടത മാറും, കടബാധ്യത മാറും, തകർച്ച മാറും, തീരവ്യാധി മാറും. അനുഗ്രഹം പെരുമഴ പോലെ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ വർഷിക്കപ്പെടാനായിട്ട് പോകുക. ഈ വർഷം സഭയുടെ അനുഗ്രഹത്തിന്റെ വർഷം തന്നെയാണ്. ഉറപ്പായത് സഭാപിതാക്കന്മാർ കൂടുതൽ അഭിഷേകത്തിലാകും. ആത്മായ ശുശ്രൂഷകൾ അതിശക്തമായ ആത്മാഭിഷേകമുള്ളവരായിട്ട് മാറും. ഒരു പുതിയ അഭിഷേകത്തിൻ്റെ ശക്തി കർത്താവ് തുറക്കാനായിട്ട് പോകുക. എല്ലാ സഭകളും വിശ്വാസികളും സുവിശേഷകരും ഉണരണം. 2021 അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. പത്രോസിനും ശിഷ്യന്മാർക്കും മത്സ്യത്തിൻ്റെ വലിയ ഒരു കൊയ്ത്ത് കർത്താവ് നൽകിയെങ്കിൽ, ദൈവവചന പ്രഘോഷകർക്ക് ആത്മാക്കളുടെ വലിയൊരു കൊയ്ത്ത് കർത്താവ് ഒരുക്കുകയാണ്. വരുന്ന നാളുകൾ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളാണ്. നമുക്ക് കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. പ്രത്യാശയോടെ നമുക്ക് മുൻപിലേക്ക് നോക്കാം. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാം. എല്ലാ പരാജയങ്ങളിൽ നിന്നും നമ്മൾ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. വെളിപാട് 6:2 അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ചെയ്യുന്നു. 2021 ഇത് വിജയത്തിൻ്റെ വർഷമാണ്, അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. നീയും നിൻ്റെ കുടുംബവും മക്കളും തലമുറകളും മുഴുവൻ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുക. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കർത്താവായ യേശു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ധീരമായിട്ട് ജീവിതത്തെ നേരിടുക, ശക്തമായിട്ട് മുൻപോട്ട് പോവുക. കർത്താവ് നമ്മളെ വഴി നടത്തും. സകല പ്രതിസന്ധികളെയും തകർത്ത് നമുക്ക് മുന്നേറാം. യേശു നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.